ഹായ് ഹലോ ഗേസ്. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ന്യൂസ് വെക്കുമ്പോഴോ ഒക്കെ കാണുന്നതാണ് എബോള വൈറസിനെ പറ്റി. ഈ എബോള വൈറസിനെ പറ്റി കുറച്ച് മിത്തുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഫാക്റ്റ് എന്താണെന്ന് അറിഞ്ഞാലോ? ഫസ്റ്റത്തെ ഒരു മിത്താണ് ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ എയർ. പക്ഷേ ഇത് കൊറോണ പോലെ എയർ വഴി സ്പ്രെഡ് ആവുന്ന ഒരു വൈറസ് അല്ല. ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് വഴിയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വഴിയായിരിക്കും ഇത് പകരുന്നത്. രണ്ടാമത്തെ ഒരു മിത്താണ് എബോള പേഷ്യൻസ് അവർക്ക് എല്ലാവർക്കും ബ്ലീഡിങ് ഉണ്ടാവുമെന്ന്. പക്ഷെ ഇതിൻ്റെ ഫാക്റ്റ് എന്തെന്ന് വെച്ചാൽ എല്ലാ പേഷ്യൻസിനും ബ്ലീഡിങ് ഉണ്ടാവണമെന്നില്ല, ചിലർക്ക് ഉണ്ടാവുമായിരിക്കും. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫീവർ, ക്ഷീണം, അബ്ഡോമിനൽ പെയിൻ, ഡയേരിയ, വൊമിറ്റിംഗ്, സോർ ത്രോട്ട്, പിന്നെന്താ മസിൽ പെയിൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. നിലവിൽ പോസിറ്റീവ് കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോൺഗോ, ഒഗാണ്ട ഇവിടെ നിന്നെല്ലാം വന്നവരെ സസ്പെക്റ്റഡ് ആയിട്ട് കണ്ട് അവർക്ക് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവാണ്. എന്നിരുന്നാലും പ്രോട്ടോകോൾ പ്രകാരം അവർ 28 ദിവസം ക്വാറന്റൈനിലായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സിംറ്റംസോ എന്തെങ്കിലും ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക.